ശംഖു, ചക്ര, ഗദാപത്മം അവ ചിത്രീകരിക്കുന്നത്. അതിനെപ്പറ്റി മുൻകൂട്ടി കേരളം നിങ്ങളൊക്കെ ചരിത്രം, ഇപ്പൊ നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് എന്താ? വില്യൻ ലോഗൻ വന്ന് എഴുതിയ മലബാർ മാനുവൽ, അങ്ങനെയുള്ള ഓരോ വിദേശികൾ എഴുതിയതിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് എടുക്കുന്നത്, അല്ലേ? അതിനു മുമ്പ് കേരളം സംഘകാല ചരിത്രം ഉണ്ട്, അല്ലേ? പയറ്റിപ്പത്ത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല കൃതികൾ നമുക്കുണ്ട്, അല്ലേ? ആ കൃതികളിൽ എവിടെയെങ്കിലും ജാതി തിരിച്ച് അവഹേളിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? മുകുന്ദമാല എടുക്കാം, ഇതൊക്കെ നമുക്കിപ്പോ കിട്ടുന്നതാണ്. നിങ്ങൾ പോയിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയി അന്വേഷിച്ചാൽ കിട്ടാവുന്ന ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. അതില് ജാതി തിരിച്ച് അവഹേളിച്ചു, ഇന്ന ആളുടെ കുടിയാളനാണ്, അവനെ ഇങ്ങനെ തലവെട്ടി, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ജാതി തിരിച്ച് അവഹേളിച്ച് വേർപെടുത്തി തമ്മിൽ തല്ലിയ ചരിത്രം എന്ന് തൊട്ടാ കേൾക്കാൻ തുടങ്ങിയത്, അല്ലേ? വിദേശികൾ വന്ന് ചരിത്രം എഴുതി തുടങ്ങിയതിലല്ലേ പിന്നെ കേൾക്കാൻ തുടങ്ങി. പിന്നെ അവരെ ചുക്കാൻ പിടിച്ച് മറ്റ് പലരും എഴുതുന്നതിലല്ലേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ജാതി എന്താണെന്ന് അറിയുമോ നമ്മുടെ ആൾക്കാർക്ക്? തമ്മിൽ തല്ലാനല്ലാണ്ട് ജാതീയത വിടൂ. ജാതീയതയും വർണ്ണത്തെയും തമ്മിൽ തല്ലി വർണ്ണാശ്രമ വ്യവസ്ഥയെ കളങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. വർണ്ണാശ്രമ വ്യവസ്ഥ ഇപ്പൊ ലളിതാസഹസ്രം വായിക്കാത്തവരെല്ലാവരും ഉണ്ടാവില്ല, അല്ലേ? ഏകദേശം ഉള്ളവരൊക്കെ ലളിതാസഹസ്രം വായിക്കും. വർണ്ണാശ്രമ വിഹായിനിയാണ് ദേവി. എന്തായി വർണ്ണാശ്രമം? വർണ്ണാശ്രമം എന്താ ആർക്കാ പറയാൻ പറ്റുക? കാരണം അതേ നാം ഒരു സദസ്സിൽ പോയപ്പോൾ നമുക്കെതിരെ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ദേവി മഹാത്മ്യത്തില് 5-ാം അധ്യായത്തില് ദേവീരൂപ സംവാദത്തില് യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത എന്നൊരു വാക്കും കൂടിയുണ്ട്. അത് എന്താ? ദേവി എന്നെ ഇങ്ങനെ ആയാൽ അതിന് നാം പറഞ്ഞ ഒരു ഉത്തരം എന്തായിരുന്നു വെച്ചാൽ, പണ്ട് ഒരു മനുസ്മൃതിയിൽ ഒരു വാക്കുണ്ട്, അവർണ്ണൻ വേദം കേട്ടാൽ കാതിലീയം കാച്ചി ഒഴിക്കണം, അല്ലേ? ഇതിനെയും ദുർവ്യാഖ്യാനപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു കാരണം പറഞ്ഞുതരാം. അവർണ്ണൻ സവർണ്ണൻ ആരാണെന്ന് ആദ്യം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, അല്ലേ? വർണ്ണം എന്നാൽ എന്താ? പ്രകാശം. പ്രകാശം എന്നാൽ എന്താ? അറിവ്, ജ്ഞാനം, അല്ലേ? പ്രകാശമുള്ളവൻ സവർണ്ണൻ. അവിടെ എന്താ പറയുന്നത്? അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ ആരാണ്? സവർണ്ണനാണ്. അതിലല്ലാതെ ഇന്ന ആളാണ് സവർണ്ണൻ എന്നൊരു ഭാഗത്ത് പറയില്ല. ആരാണോ അറിവുള്ളവൻ അവൻ സവർണ്ണൻ. അന്ന് കാലത്ത് വരേണ്യ കുലത്തിലുള്ളവർക്ക് അറിവുണ്ടായിരുന്നത് ഒരു കുറ്റമല്ലല്ലോ, അല്ലേ? അതൊരു കുറ്റമായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അവര് ശ്രമിച്ചു, പഠിച്ചു, അറിവുണ്ടായി, അല്ലേ? അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതൊരു ജാതി വേർപാടായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല, അല്ലേ? അവർണ്ണൻ, അജ്ഞാനത്തിന്റെ അന്ധകാരം മൂടിയിരിക്കുന്നതാരോ അവൻ അവർണ്ണൻ. ഇത്രയേ ഇതിലുള്ളൂ, അല്ലേ? അപ്പോ ഈ ജാതിരൂപേണ സംസ്ഥിത എന്നുള്ളതിനെ ദുർവ്യാഖ്യാനപ്പെടുത്തണമെങ്കിൽ ജ്ഞാനമില്ലാത്തവനല്ലേ പറ്റൂ, അല്ലേ? അജ്ഞാനി അതിനെ ദുർവ്യാഖ്യാനപ്പെടുത്തും, പെടുത്തില്ലേ? ശ്രീരാമൻ മാംസം കഴിച്ചു എന്ന് പറഞ്ഞ് വാദിക്കുന്ന എത്രയോ പേരില്ലേ? എന്താ ചെയ്യ, അല്ലേ? എന്നാലോചിച്ച് നോക്കൂ. അപ്പോ അതെന്തുകൊണ്ടാണ്? അജ്ഞാനി ജ്ഞാനിയായി അവതരിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോഴാണ് അവന്റെ അജ്ഞാനം പുറത്തു വരുന്നത്, അല്ലേ? ഒരു ടോർച്ച് ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്യുക, ടോർച്ചിന്റെ ഉമ്മർത്ത് നീല കടലാസ് വെച്ചാൽ നീലപ്രകാശം വരും, ചുവന്നത് വെച്ചാൽ ചുവന്ന പ്രകാശം വരും. അജ്ഞാനിയിൽ നിന്ന് ജ്ഞാനം കരസ്ഥമാക്കുമ്പോൾ നമ്മളും അജ്ഞാനിയാവും, അല്ലേ? അത് വേദത്തിന്റെയോ വേദാന്തത്തിന്റെയോ വ്യത്യാസമല്ല, നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ വ്യത്യാസമാണ്. അപ്പോ അവർണ്ണൻ സവർണ്ണൻ എന്നുള്ളതില് ഒരു ഭേദഗതി ഇത്ര മാറ്റേ ഉള്ളൂ. അറിവുള്ളവനാരോ അവൻ സവർണ്ണൻ, അറിവില്ലാത്തവനാരോ അവൻ അവർണ്ണൻ. മനസ്സിലായില്ലേ? അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഈ വർണ്ണത്തിനെ 4 തരംതിരിക്കുന്നു: ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അല്ലേ?
നമ്മളുടെ ഇപ്പോ വലിയൊരു നടക്കും. ഞാനൊക്കെ പറയില്ലേ, ഞാനിപ്പോ കുറച്ചപ്പോഴേ പറഞ്ഞു ഞാൻ ക്ഷത്രിയനാണ്, അതും ഈ വർണ്ണവുമായിട്ട് ഒരു ബന്ധം കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ജാതിയാലുള്ള പേരുകളൊക്കെ നമ്മളുടെ ഏതോ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൂടി ചാർത്തപ്പെട്ട മുദ്രകൾ മാത്രമാണ്. മനസ്സിലായില്ലേ? ബ്രാഹ്മണൻ ആദ്യം ദ്വിജൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അല്ലേ? എന്തുകൊണ്ടാ ദ്വിജൻ പറഞ്ഞിരുന്നറിയോ? ജനനാൽ ജാതകർമ്മം തൊട്ട് ബ്രഹ്മചാരിയായി ജീവിച്ച് അവന്റെ ജീവിതത്തിൽ ആ ജനിച്ച അന്ന് തൊട്ടിട്ടുള്ള ജീവിതത്തെ അവസാനിപ്പിച്ച് പുനർജന്മം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉപനയനം. നാന്ദി വംശാർത്ഥം ദാനം ദർപ്പണാദികളൊക്കെ കഴിഞ്ഞ് ഉപനയനം ചെയ്യാം. മനസ്സിലായില്ലേ? ഉപനയനം ചെയ്യുന്നതിന് യജ്ഞോപവീതം ധരിക്കുക. ഇനിയുള്ള ജീവിതം ഈ പ്രപഞ്ചത്തിലേക്കുള്ള യജ്ഞത്തിൽ, പ്രപഞ്ച രക്ഷയ്ക്കുള്ള യജ്ഞത്തിന്റെ തുടക്കമാണ്. അതിനെ ഉപവീതം ധരിക്കുന്നു, ഉത്തരീയം ധരിക്കുന്നു എന്ന് പറഞ്ഞ് മാറിലൂടെ 3.5 നൂലിനെ ധരിച്ച് വൃതാചാരത്തോടുകൂടി അന്നു മുതൽ തൊട്ട് ബ്രഹ്മത്വത്തിന്റെ അടിസ്ഥാനമായ മന്ത്രങ്ങളിൽ ശ്രേഷ്ഠ മന്ത്രമായ ഗായത്രിയെ ഉപാസിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അവൻ ദ്വിജൻ, രണ്ടാമത്തെ ജന്മമെടുക്കുന്നവൻ. മനസ്സിലായത്? അതേ രീതിക്ക് ഇപ്പൊ ഞങ്ങളുടെ അരിയിട്ട് വായിച്ചാണെങ്കിൽ തമ്പുരാന്മാരാവ പറയും, അവിടെ ഈ പൂണൂലിന്റെ മുകളിൽ വസ്ത്രത്തിന്റെ മുകളിൽ കൂടെ ഒരു പൂണൂൽ ഇടിക്കും. ലോഹം കൊണ്ടോ മുത്തുകൊണ്ടോ ധരിക്കണം എന്നൊരു നിയമം. എന്താണറിയോ? ത്രിജൻ. അപ്പോൾ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും ഇതില്ല. ത്യാഗം. ഇനി മുതൽ തന്റെ കുടുംബം എന്ന് പറയുന്നത് പ്രജകളും, തന്റെ സന്തതികൾ പ്രജകളും, തന്റെ കുടുംബം എന്ന് പറയുന്നത് നാടും, തനിക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്നത് അവനാണ് ത്രിജൻ. അതുകൊണ്ടാണ് പണ്ട് ഈ സിനിമകളിലും സീരിയലുകളിലൊക്കെ രാജാവ് പറയും നാം, നമുക്ക്. കാരണം അവിടെ ഞാൻ എന്ന വാക്കിന് അർത്ഥമില്ല. നാം പൊതുവായി എല്ലാവരിലും ഒരാളായി, എല്ലാവർക്കും ബന്ധമുള്ളതായി. അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കൊച്ചിരാജാവിന്റെ പേരിൽ, കൊച്ചിരാജാവ് എന്ന് പറഞ്ഞ സ്ഥാനം ഒഴികെ ഒരുപാട് രാജാക്കന്മാർ കൊച്ചി ഭരിച്ചു. ഏതെങ്കിലും രാജാവ് സ്വന്തം പേരിൽ ഏതെങ്കിലും ബാങ്കില്, വിദേശത്ത് ബാങ്കിലോ മറ്റും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ നമ്മുടെ രാജാക്കന്മാരോ? ഇപ്പൊ രാജാക്കന്മാരെന്താ ഭരിക്കുന്നവര് അല്ലേ? അപ്പൊ അത് ചിന്തിച്ചാൽ മതി. ധർമ്മച്യുതി സംഭവിക്കുന്നത് അങ്ങനെയാണ്, അറിവില്ലായ്മ കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് അല്ലെങ്കിൽ ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനത്തെ ഗ്രഹിക്കുന്നവൻ. ബ്രഹ്മജ്ഞാനം എന്നത് പ്രണവമാണ്. ആ പ്രണവത്തെ മനസ്സിലാക്കി ബ്രഹ്മജ്ഞാനത്തെ ഗ്രഹിക്കുന്നതാരോ അവർ ബ്രാഹ്മണൻ. മനസ്സിലായില്ലേ? ക്ഷതങ്ങളെ ത്രാണനം ചെയ്ത് ധർമ്മത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നതാരോ അവൻ ക്ഷത്രിയൻ. മനസ്സിലായില്ലേ? വശ്യമായ സൗന്ദര്യങ്ങളെ നിലനിർത്തി സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ, സമ്പത്ത് എന്നിവ സ്വരുക്കൂട്ടുന്നതാരോ അവൻ വൈശ്യൻ. മനസ്സിലായില്ലേ? കാഠിന്യമായ ദേഹബലത്തോടുകൂടി വംശവർദ്ധനയുണ്ടാക്കി ആരോഗ്യവും സമ്പത്തും നിലനിർത്താൻ കാവലാളിയായി നിൽക്കുന്നതാരോ അവൻ ശൂദ്രൻ. ഇതാണ് വർണ്ണങ്ങൾ. ഇതിലൊരിക്കലും ഇന്ന ആളാണ് എന്ന് പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ പറയുന്നതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ വേർതിരിക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിനെ ആർക്കും ആരാധിക്കാൻ പറ്റില്ല. മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ആർക്കും പറ്റില്ല. കാരണം എന്താണെന്ന് നിശ്ചയമുണ്ടോ? ഇവിടെ നോക്കൂ, മഹാവിഷ്ണു നമ്മുടെ പിന്നെ പുറകിലുണ്ട്. ദേഹം ശയ്യയിലാണ്. ദേഹത്തിന്റെ ശംഖും ചക്രവും മാത്രമേ ഉള്ളൂ. മഹാവിഷ്ണുവിന്റെ എല്ലാ ഭാഗത്തെ പ്രതിഷ്ഠയും ചതുർബാഹുവായിട്ടാണ് വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുക, ആരാധിക്കുക. ഈ 4 ഭാഗത്ത് 4 ബാഹുക്കളിൽ ഉള്ള ആയുധങ്ങൾ ശംഖ്, ചക്രം, ചനന്തകം, പത്മം അല്ലേ? ഈ 4 ആയുധങ്ങൾ ഭഗവാൻ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. ശംഖിൽ നിന്ന് എന്താ വരിക? ധ്വനി. പ്രണവനാഥാണ് ശംഖ് എന്ന് വരിക അല്ലേ? ബ്രാഹ്മണിക്കൽ സിമ്പൽ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ ചിഹ്നമാണ് ശംഖ്. ബ്രഹ്മജ്ഞാനത്തിലേക്ക് ഒന്നായില്ലേ? ഇനി അടുത്ത കയ്യിൽ എന്താ ഉള്ളത്? ചക്രം. ചക്രത്തിന്റെ ധർമ്മം എന്താ? ക്ഷതങ്ങളെ ത്രാണനം ചെയ്യുക. സുദർശനം.
അല്ലേ? അപ്പൊ ഐശ്വര്യത്തിന്റെ ഉറവിടാണ് താമരയെ. നമുക്ക് ലക്ഷ്മിക്ക് തുല്യമായിട്ടല്ലേ എല്ലാരും കണ്ടുപോകണത്? ലക്ഷ്മി ഐശ്വര്യമല്ലേ? അല്ലേ? അപ്പൊ താമര എന്തായി? വൈശ്യം. അല്ലേ? ചനന്തകം എന്ന ഗണ കാഠിന്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാവലിന്റെയും പ്രതീകമാണ്. അതെന്തായി? ശൂദ്രം. ഈ 4 അംഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഭഗവാനിൽ നിന്ന് കുറച്ചാൽ ഉള്ളൊരവസ്ഥ ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ എന്തായി? വികലാംഗനായില്ലേ? അങ്ങനെ ആരാധിക്കോ? അപ്പൊ ഈ 4 പോർതിരിവുണ്ടോ? ആരോ പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ തന്നിട്ടല്ലെന്ന ഹിന്ദു ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നാരായണ നാരായണ ജപിക്കണോണ്ടായില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാവണം. അപ്പൊ പിന്നെ തമ്മിൽ തല്ലാൻ തോന്നുക? ഭഗവാന്റെ 4 കൈയും തമ്മിൽ തല്ലണ കണ്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലേ? നിർഭാഗ്യം നമുക്ക് തന്നെയാണ്, ഭാഗ്യവും നിർഭാഗ്യവും. ഭഗവാൻ കാണിച്ചു തന്നിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ 4 വർണ്ണങ്ങൾ. ഈ 4 വർണ്ണങ്ങൾ നമ്മളിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരിലും ഉണ്ട്. നിങ്ങളിലൊക്കെ ഉണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ. പണ്ടൊക്കെ ചൊല്ലുണ്ട്, ജായതേ ശൂദ്ര കർമ്മണായി ബ്രാഹ്മണ. എങ്ങനെ അറിയോ? നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലല്ലേ? നാം ഇപ്പോഴും കുട്ടിയായതുകൊണ്ട് നിങ്ങളെ പറയണം കേട്ടോ. അപ്പോ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം പഠിക്കുകയാണ് അല്ലേ? വിദ്യ അഭ്യസിക്കുന്ന കാലം നിങ്ങൾ ബ്രാഹ്മണ്യമാണ്. അപ്പൊ ബ്രഹ്മജ്ഞാനം അല്ലേ പഠിക്കണത്? പഠിക്കുക, ജ്ഞാനം സമ്പാദിക്കുക. അപ്പൊ നിങ്ങൾ ഏത് കാലഘട്ടത്തിലൂടെ കടന്നു? ബ്രാഹ്മണ്യത്തിലൂടെ കടന്നു അല്ലേ? അങ്ങനെ വിദ്യ അഭ്യസിച്ച് നിങ്ങളൊരു സ്ഥാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്ഥാനത്തെ നിലനിർത്താൻ യുദ്ധം ചെയ്യും അല്ലേ? അങ്ങനെയൊക്കെയാണ് പ്രമോഷനൊക്കെ ആവണത്. പിന്നെ എങ്ങനെയാ അല്ലേ? ചിലരാച്ച യുദ്ധത്തിൽ നമ്മുടെ സാമൂതിരി കുറച്ചും കൂടി വീര്യം കാണിച്ച് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് പോകും. ആ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ആരായി? ക്ഷത്രിയൻ അല്ലേ? അത് കഴിഞ്ഞാൽ ഒരു കല്യാണമൊക്കെ കഴിച്ചു, സന്തതികളൊക്കെ ആയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നും? സന്തതി വേണം. ആ സന്തതി വേണമെങ്കിൽ എന്ത് വേണം? ധനം വേണം. ധനം വേണമെങ്കിൽ എന്ത് വേണം? ഐശ്വര്യം വേണം. ഈ ഐശ്വര്യം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഭവനം വേണം. അങ്ങനെ സ്വത്തും സന്താനവും ഒക്കെ വേണം എന്നുള്ള രീതിക്ക് പ്രവർത്തിക്കും. അപ്പൊ നിങ്ങൾ ആരായി? വൈശ്യനായി. അവസാനം സന്തതിക്കൊരു കല്യാണം കഴിഞ്ഞാൽ അവരുടെ മക്കളെ നോക്കേണ്ട കാവലാളിയെ അല്ലേ? ആണോ അല്ലേ? ഒന്ന് ചിന്തിക്കും. പിന്നെ വീട്ടിൽ കാവലാളിയാണ് അല്ലേ? 40 വയസ്സ് ഏകദേശം. അത് കഴിഞ്ഞാൽ വീട്ടിലത്തെ കാവലാളായി. അപ്പൊ ആരായി? കാരണം ആരോടും പാഴിയാരം പറയാനില്ലാതെ വീട്ടിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഭഗവാൻ അറിയാം. ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവര് ശൂദ്രനായി അല്ലേ? ഈ 4 വർണ്ണത്തിലൂടെ പ്രവേശിക്കാത്ത ഒരാളുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇതിലൊന്നിലും കൂടെ വന്നിട്ടില്ല കേട്ടോ. ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്കൊന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എത്ര വലിയ വിദ്യത്താണ് വിളമ്പണത് അല്ലെ? ഈ 4 വർണ്ണത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് പരമാത്മാവാകുന്ന മഹാവിഷ്ണു നമ്മളിലുണ്ട്. ഭഗവാന്റെ കയ്യിലാണ് ആ 4 കിടക്കുന്നത്. അതിലെ ഒരു അംശമാണ് നമ്മുടെ ജീവാംശം പരമാത്മാവിന്റെ. അതാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അത് ആ അംശത്തെ പ്രവൃത്തിയിലൂടെ കാണിച്ച് അത് മുഴുവനാവുമ്പോ തിരിച്ച് ആ പരമാത്മാവിലെന്നെ ലയിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും മൂഢന്മാരായി ഇരിക്കണ കൊമ്പ് തന്നെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിലുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ, നമ്മളുടെ ചെറിയ 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 കാര്യങ്ങളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സ്കൂളുകളിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ 100% നാം വരുന്നതാണ്, സെമിനാർ നടത്തുന്നതാണ്. നമ്മളാലായ പോലെ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും കുറച്ചു പേരെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. 10 പേരിൽ 2 പേര് മതി. ബാക്കിയുള്ളവർ നമ്മളെ എന്തോ പറഞ്ഞിട്ട് പോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? നമുക്ക് പക്ഷെ ശരിയാക്കാൻ പറ്റണം. നാം അല്ലാട്ടോ, നമ്മുടെ കൂടെ നിങ്ങൾ എല്ലാവരും
നമ്മൾക്കൊക്കെ ആ ഉത്തരവാദിത്തമല്ല. മനസ്സിലായില്ലേ? നാം പറഞ്ഞതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, പല ദിക്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഇതൊന്നും നാം ഉണ്ടാക്കിയതൊന്നും അല്ല. ആരോ പറഞ്ഞു, അതിനെ ഞാനും കടമെടുത്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. കയ്യടി വാങ്ങിച്ചത് ആ പറഞ്ഞ ആളല്ല, നമ്മളായിരിക്കും. അതാണ് ഉണ്ടാവുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞൊക്കെ അവരവരുടെ മെമ്മറിയിൽ കയറ്റി വെക്കണം, ആവശ്യത്തിന് ഉപയോഗിക്കണം. സമൂഹത്തെ നല്ല ദൃഢതയും